കീക്കോ അതിപ്പോ തിരിച്ച് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, വീണ്ടും അത് നിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിന്റെ നെറ്റ് ബാസ്കറ്റ് കാണിച്ച് പെട്ടെന്ന് അവനെ മടക്കി പിടിക്കേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇന്ന പിടിച്ചോ, ഈ ബോൾ ശരിക്കും കുടുങ്ങി പോയില്ലേടാ. കിക്കോ, ഇന്ന് ഞാൻ നിന്നെ ഈ ഫുട്ബോൾ ഗെയിമിൽ തോൽപ്പിച്ചേ അടങ്ങൂ. തീർച്ചയായിട്ടും ടോണി, ധാരാളമായിട്ട് തോൽപ്പിച്ചു. ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കളിക്കാം. അതെ, സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ മസാല ആഡ് ചെയ്യണം. അടുത്തടുത്ത് ഗോളുകൾ അടിക്കാൻ ഡിറ്റക്റ്റീവ് ചട്ട്പറ്റതായി എത്തിക്കഴിഞ്ഞു. ടോണി ബോസ്, ഇങ്ങോട്ട് ബോൾ പാസ് ചെയ്യ്. ബോസ്, അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഞാൻ ഫ്രീ ആണ്. മുന്നിൽ കയറി ബോളും തട്ടിപ്പറിച്ച ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ പാസ് ചോദിക്കുക. എന്റെ അമ്മച്ചിയെ, ആ തടിയൻ തോണി ബോളുമായിട്ട് എന്റെ നേർക്കാണൽ ഓടി വന്നോണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ടോണി ഇപ്പൊ ചെയ്യുന്ന കാര്യം ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ചീറ്റിംഗ്. ചീറ്റിങ്ങിനേക്കാൾ വളരെയധികം ചീറ്റിംഗ് ആണ്. അയ്യോ, അങ്ങനെ ആളുകളെ തള്ളിവിട്ട് കളിക്കാണെങ്കിൽ ആരെങ്കിലും താഴെ വീണ് മുറിഞ്ഞാലോ? ടെമ്പോ അണ്ണ, ഫുട്ബോൾ കളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നത് സ്വാഭാവിക. പക്ഷേ ടോണി ഒരല്പം കൂടുതലായിട്ടല്ല, വളരെ അധികമായിട്ട് അവൻ തള്ളിവിട്ട് കളിക്കുക. ഡോഡോ, നീ ഇങ്ങനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ധൈര്യമായിട്ട് അത് ഫേസ് ചെയ്യാൻ പഠിക്കണം. ഒരു പ്രാവശ്യം ചെയ്തു നോക്ക്, പിന്നെ നിനക്ക് ടോണിയെ കണ്ട പേടി തോന്നുകയില്ല. നീ പറഞ്ഞതും ശരി തന്നെയാണ്. നിന്റെ അഡ്വൈസിന് വളരെ താങ്ക് യു കീക്കോ. ഇപ്പൊ നോക്കിക്കോ ഞാൻ ടോണിയെ എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന്. ആദ്യം ഞാനൊരല്പം കഴിച്ചോട്ടെ. എടാ, റോൾ നമ്പർ 420, ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്യേ. ഓക്കേ ടോണി ബോസ്. എടാ മരം മാക്രി, എന്റെ നേർക്ക പാസ് ചെയ്യാൻ പറഞ്ഞ. ഞങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾ പാസ് ചെയ്തില്ലല്ലോ. മമ്മി, അവര് രണ്ടുപേരും തന്റെ ഗോൾ പോസ്റ്റിന് നേരെയാണല്ലോ ബോൾ കൊണ്ടുവരുന്നത്. ഓ, എടാ മരമണ്ട മണ്ണുണ്ണി, നമ്മളുടെ ഗോൾ പോസ്റ്റിൽ തന്നെ നിങ്ങൾ ഗോൾ അടിച്ചിരിക്കുന്നത്. ടോണി ബോസ് ഓരോ കളിയിലും ഭയങ്കര ചീറ്റിംഗ് ചെയ്യുമെന്ന് എനിക്കറിയാം. ബോൾ ഇവിടെ വീണാലെന്താ, ഓപ്പോസിറ്റ് ടീമിൽ വീണാലെന്താ, പക്ഷേ ഗോൾ തന്നെയല്ലേ. അയ്യോ, ഇപ്പൊ ടെമ്പോ അണ്ണന്റെ സ്പെഷ്യൽ കിക്ക് നിങ്ങൾ കാണാൻ പോവുകയാണ്. ട്വിങ്കിൾ, ദാ പിടിച്ചോ, ഗോൾ അടിക്കേ. മമ്മി, പകൽ സമയങ്ങളിൽ തന്നെ എന്റെ കണ്ണുകളിൽ നക്ഷത്രങ്ങൾ കാണുന്നു. കമോൺ മേയർ അങ്കിൾ, ഗോള് വീഴാതെ നോക്കിക്കോ. ബോൾ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ട് വീണ്ടും എന്റെ കണ്ണുകളിൽ നക്ഷത്രം വരുമെന്നാ തോന്നുന്നത്.
ജെറ്റ് പെട്ടാങ്കിൽ ആ ബോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വരെ നമുക്ക് ഈ ബോൾ വെച്ച് കളിക്കാന്നേ. Come on, ഡോഡോ, പേടിക്കണ്ട, അത് ഫേസ് ചെയ്യ്. സ്ട്രെയിറ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് അറ്റാക്ക് ഞാൻ ചെയ്യാൻ പോവാണ് കേക്കോ. എടാ ടോണി, ഇനി ഞാൻ ഒരു കാരണവശാലും പേടിക്കില്ല. എന്റെ അമ്മച്ചിയെ, എന്റെ കാലുകൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാ ഇത്രയും പവർ? ഈ ഷോട്ടിനെ 2 വാക്കിൽ പറയണമെങ്കിൽ ബുള്ളറ്റ് ഷോട്ട്. എന്റെ വാച്ച് എവിടെ പോയി? എവിടെ പോയി എന്റെ വാച്ച്? ഞാൻ നിങ്ങളുടെ മേലെ വന്ന് വീണപ്പോ നിങ്ങളത് അടിച്ചു മാറ്റിയല്ലടാ. ഞങ്ങളൊന്നും എടുത്തിട്ടില്ല ബോസ്, നിങ്ങളുടെ പണ്ടാര വാച്ച്. അത് ഇവിടെ എങ്ങാനും വീണ് കാണും. ടോണി, നിന്റെ വാച്ച് ഗ്രൗണ്ടിൽ എവിടെങ്കിലും വീണ് കാണും. അവരെ രണ്ടാളെയും വിട്ടേക്ക്. ഡോഡോ, നീ ഇത് ഇത്രയ്ക്കൊരു പവർഫുൾ കിക്ക് എങ്ങനെയാ ചെയ്തത്? ഇങ്ങനെ തന്നെ. ഡോഡോയ്ക്ക് പെട്ടെന്ന് ഇത്രയും പവർ എങ്ങനെയാ കിട്ടിയത്? നീ ഒരു കാര്യം ചെയ്യ് ഡോഡോ, നീ ഇപ്പോ ആ ബാളല്ല, അതിനു പകരം ഈ ബോള് കിക്ക് ചെയ്യേ. എന്റെ ദൈവമേ, എവിടെ പോയി എന്റെ കാലുകളുടെ പവർ? എന്നുവെച്ചാൽ ആ പവർഫുൾ കിക്കിന് കാരണം ഈ ബോൾ ആണ്. ഇത് ഭയങ്കര ഹെവിയാണ്. മമ്മി, എന്റെ കയ്യിലുള്ള വാച്ചും കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ വാച്ച് കാണുന്നില്ല. ആ, ഇതെന്താ ഈ സാധനം? ഓ, എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വാച്ചസ് ഈ ഫുട്ബോളാണ് അടിച്ചു മാറ്റിയതെന്നാ തോന്നുന്നത്. ഇങ്ങോട്ടാ, അത് എന്റെ കയ്യിലോട്ടാ. ഞാൻ ഇപ്പൊ തന്നെ അതിന് വകവരുത്തി കാണിച്ചു തരാം. ഉസ്. ഈ ഫുട്ബോൾ നമ്മുടെ കൺട്രോളിൽ എത്തിക്കണമെങ്കിൽ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടെ നടി വനത്തിന് ഹീറോ, ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, നമുക്ക് ഫുട്ബോളിന്റെ കാറ്റ് ഊരിക്കളയണം. അത് എല്ലാവരുടെ വാച്ചും അടിച്ചു മാറ്റിയിരിക്കാം. നോ പ്രോബ്ലം ബഡി, ഇപ്പൊ നോക്കിക്കോ. ആ ഫുട്ബോൾ അല്ല സൂപ്പർ സ്പീഡോ, ദാ അവിടെ ഉള്ളതാണ്. ഓ സോറി കീക്കോ, എന്റെ ടാർഗറ്റ് ഒരല്പം മിസ്സായി പോയി. ഇങ്ങനെ പോയാൽ ഈ ഫുട്ബോൾ സൺസിറ്റി മുഴുവനും നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 50 അപ്ലൈ ചെയ്യ്. ഓൾറൈറ്റ് കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 50. കീക്കോ, അതിപ്പോ തിരിച്ച് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, വീണ്ടും അത് നിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിന്റെ നെറ്റ് ബാസ്കറ്റ് കാണിച്ച് പെട്ടെന്ന് അവനെ മടക്കി പിടിക്കേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇന്ന പിടിച്ചോ, ഈ ബോൾ ശരിക്കും കുടുങ്ങി പോയില്ലേടാ. പക്ഷെ സൂപ്പർ സ്പീഡോ, ഇങ്ങനെ പോയാൽ സൺസിറ്റിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്, നീ ആ നെറ്റ് ബാസ്കറ്റ് അങ്ങ് വിട്ടേക്ക്.
ഇപ്രാവശ്യം മോഷൻ ട്രാക്കിംഗ് മിസൈൽ ഞാൻ ഷൂട്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ ഫുട്ബോൾ എങ്ങോട്ട് പോയാലും ഈ മിസൈൽ അവനെ വിടാതെ ഫോളോ ചെയ്യുന്നതായിരിക്കും. അതിന്റെ കാര്യം പോക്കാണ്. നോക്കിക്കോ, എന്റെ ഈ മോഷൻ ട്രാക്കിംഗ് മിസൈൽ ആ ഫുട്ബോളിനെ നശിപ്പിക്കുന്നതായിരിക്കും. ആ മിസൈൽ തിരിച്ച് എന്നെ തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കീക്കു, എന്നെ സ്വയം റിപ്പയർ ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം പിടിക്കും. ആ ഫുട്ബോളിനെ കുറിച്ച് നീ എന്തെങ്കിലും കണ്ടെത്തിയോ സൂപ്പർ സ്പീഡോ? ഒരുപാട് മനസ്സിലാക്കി. ഇന്റർനെറ്റിൽ ആ വാച്ചുകളിനെ കുറിച്ച് ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ട്. അവൻ വേറെ വേറെ സെറ്റിൽ ചെന്ന് ഒരുപാട് വാച്ചുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഫുട്ബോളിനും വാച്ചസിനും എന്താണ് കണക്ഷൻ? കീക്കോ, ആക്ച്വലി ഇത് ഫുട്ബോൾ അല്ല, പക്ഷേ ഞാനാണ് സോക്കർമാൻ. ഫുട്ബോളായി വേഷം മാറി വാച്ചുകൾ അടിച്ചു മാറ്റുന്നതാണ് എന്റെ ജോലി. പക്ഷെ സോക്കർമാൻ വാച്ചസ് വെച്ച് എന്താ ചെയ്യുന്നത്? ഇന്റർനെറ്റിൽ എഴുതിയിരിക്കുന്നത് സോക്കർമാന് വാച്ചുകളുടെ കളക്ഷൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ്. അവന്റെ കയ്യിൽ ആയിരക്കണക്കിന് വാച്ചുകളുണ്ട്. അവൻ വേറെ വേറെ സെറ്റിൽ നിന്നും അടിച്ചു മാറ്റിയതാണ്. ഫുട്ബോൾ കള്ളൻ എന്റെ വാച്ച് അടിച്ചു മാറ്റിക്കൊണ്ടുപോയല്ലോ. ആ വാച്ച് എന്റെ അപ്പാപ്പനാണ് എനിക്ക് വാങ്ങി തന്നത്. ഇനി എങ്ങനെയാ എനിക്ക് ആ വാച്ച് തിരിച്ചു കിട്ടാൻ പോകുന്നത്? വിഷമിക്കാതിരിക്കും മേയർ അങ്കിൾ. അങ്കിളിന്റെ വാച്ച് തീർച്ചയായും തിരിച്ചു കിട്ടുന്നതായിരിക്കും. പക്ഷെ എങ്ങനെയാണ് കേക്കോ, ആ സോക്കർമാൻ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെയാ അവനെ തേടി കണ്ടെത്തോ? ഇനി നമ്മൾ അവനെ തേടി അലേണ്ട കാര്യമൊന്നുമില്ല. അവൻ തീർച്ചയായും നമ്മളെ തേടി ഇങ്ങോട്ട് വരും. നോക്കിക്കോ, കാരണം അവൻ R7ന്റെ വാച്ച് അടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ്. ഞാനത് തടഞ്ഞു നിർത്തി. R7 ഒരു യുണീക്ക് വാച്ചാണ്. എനിക്ക് നന്നായി അറിയാം എന്റെ ഈ R7 അടിച്ചു മാറ്റാൻ സോക്കർമാൻ ഇങ്ങോട്ട് വരും. ഒരുപാട് കഷ്ടപ്പെട്ട് മോഷ്ടിച്ചാ ഞാൻ ഇങ്ങനെ ഒരു കളക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആ R7 വാച്ച് ഇല്ലാതെ എന്റെ ഈ വാച്ച് കളക്ഷൻ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് ഞാനിപ്പോ വീണ്ടും സൺസിറ്റിയിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. പക്ഷേ ഫുൾ പ്ലാനിങ്ങോടുകൂടി ചെല്ലണം. ഇപ്പൊ നോക്കിക്കോ, എന്റെ റിമോട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഈ ബോളുകൾ വെച്ച് ഞാൻ എങ്ങനെയാണ് കിക്കോയെയും സൂപ്പർ സ്പീഡോയും പറ്റിച്ച് R7 വാച്ച് അടിച്ചു മാറ്റുന്നത് നോക്കിക്കോ. ഫുട്ബോൾ ഇതാ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വാച്ച് അടിച്ചു മാറ്റാൻ ടിക് ടോക്ക് ടിക്. നമുക്ക് ആ സോക്കർമാനെ പിടിക്കാൻ എന്തെങ്കിലും വ്യത്യസ്തമായി പ്ലാൻ ചെയ്തേ പറ്റൂ. കാരണം അവൻ വളരെ ക്വിക്കാണ്. പെട്ടെന്നൊന്നും നമുക്ക് അവനെ പിടിക്കാനാവില്ല. ഐഡിയ! ഫുട്ബോളിന്റെ അൾട്ടിമേറ്റ് ആയ സ്ഥലം ഗോൾ പോസ്റ്റ് ആണ്. സോ നമ്മൾ ഒരു പ്രത്യേക തരം ഗോൾ പോസ്റ്റ് റെഡിയാക്കിയാൽ അത് വെച്ച് സോക്കർമാനെ കുടിക്കിയാൽ പിന്നെ എല്ലാം ഈസിയാണ്. നീ പറഞ്ഞത് ശരിയാണ് കേക്കോ. എന്റെ കൈവശം അതുപോലെ ഒരു സാധനമുണ്ട്. അത് വെച്ച് നിനക്ക് സോക്കർമാൻ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ തന്നെ അത് കൊണ്ടുവരാം. നീ ഇത് കണ്ടോ കേക്കോ? ഒരു പക്ഷേ ആ ഫുട്ബോൾ ഒരു പ്രാവശ്യം ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും അത് ഇതിനകത്ത് ചെന്ന് കുടുങ്ങിപ്പോകും. പക്ഷേ ഡോക്ടർ ഖുറാന അങ്കിൾ, അതിന്റെ മൗത്തിന്റെ സൈസ് വളരെ ചെറുതാണല്ലോ. സ്മോൾ. ട്വിങ്കിൾ, ഇത് എന്തുകൊണ്ടാ ചെറുതായിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു പ്രാവശ്യം ആ ഫുട്ബോൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല.
പക്ഷെ അങ്കിൾ, ഇത്രയും ചെറിയ ഓപ്പണിംഗ് വഴി ആ ഫുട്ബോൾ എങ്ങനെയാ അകത്തേക്ക് പോവാ? ഒരു കാര്യമുണ്ട് കീക്കോ, നീ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് ആ ഫുട്ബോൾ ഇതിനെ ടാർഗറ്റ് ചെയ്ത് കിക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ ഫോഴ്സോടുകൂടി ആ ഫുട്ബോൾ ഇതിന്റെ വായിൽ വന്ന് തട്ടുമ്പോൾ അപ്പോൾ ഇതിന്റെ മൗത്ത് ഓപ്പണിംഗ് വളരെ വലുതായി മാറും. പിന്നെ ആ ഫുട്ബോൾ പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് കുടുങ്ങി പോവുകയും ചെയ്യും. അത്രയുള്ള കാര്യം. വീണ്ടും ഇതിന്റെ മൗത്ത് ഓപ്പണിംഗ് ചെറുതാകും. 2 വാക്കിൽ പറയണമെങ്കിൽ എലാസ്റ്റിക് എഫക്ട്. കറക്റ്റ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് രഹസ്യമായിട്ട് വെക്കണം. ദൂരത്തുനിന്ന് പോലും അത് കാണാൻ പറ്റരുത്. ഇത് നമുക്ക് സൺസിറ്റിയുടെ അടുത്തുള്ള സർക്കിളിൽ കൊണ്ടുപോയി വെക്കാം. ഇപ്പൊ ആ ഫുട്ബോൾ ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അതുവരെ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. കീക്കോ, അങ്ങോട്ട് നോക്കൂ, ഒരുപാട് ഫുട്ബോൾ വന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, 1 അല്ല 4 5 ബോൾസ് ഉണ്ടല്ലോ. ആദ്യം അവൻ ഒരു ബോളാണ് അയച്ചത്. ഇപ്പോൾ ഇതാ ഒരുപാട് ബോളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വളരെ റിലാക്സ് ആയിട്ട് എന്റെ റിമോട്ട് കൺട്രോൾ വെച്ച് എല്ലാ ഫുട്ബോളിനെയും കൺട്രോൾ ചെയ്യാൻ പോവാണ്. എന്നിട്ട് R7 വാച്ച് ഞാൻ അടിച്ചു മാറ്റും. ഫുട്ബോൾ എന്ന് വെച്ചാൽ ഫിറ്റ് ആയിരിക്കണം. വാച്ച് അടിച്ചു മാറ്റണം. ടിക് ടോക്ക് ടിക്. സൂപ്പർ സ്പീഡോ, ഇതിൽ ഏതാണ് ഒറിജിനൽ സോക്കർ മാൻ എന്ന് കണ്ടുപിടിക്കേ. നീ ഒരു കാര്യം ചെയ്യേ, ഫോർമുല നമ്പർ 158 അപ്ലൈ ചെയ്യേ. ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല 158. ഇത്ര ചെറിയ നെറ്റ് വെച്ച് മീനിനെ മാത്രമേ പിടിക്കാൻ കഴിയൂ. എന്നെ പോലെയുള്ള മുതലയെ പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഞാൻ എന്റെ എല്ലാ ഫുട്ബോൾസിന്റെയും എനർജി ലെവൽ അധികമാക്കാൻ പോവുകയാണ്. ഫുട്ബോൾ ഇതാ ഫിറ്റായി കഴിഞ്ഞു. വാച്ച് അടിച്ചു മാറ്റും. ടിക് ടോക്ക് ടിക്. ഷെടാ, എന്റെ R7. സൂപ്പർ സ്പീഡോ, അവനെ ഫോളോ ചെയ്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വേറെന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാവുന്നാ തോന്നുന്നേ. കിക്കോയും സൂപ്പർ സ്പീഡോയും എന്നെ ഫോളോ ചെയ്ത് തളർന്ന് കാണും. ഓക്കെ, ഒരല്പം ഷോക്ക് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തേക്കാം. ഫുട്ബോൾ ആയി കഴിഞ്ഞു. ഫിറ്റ്. വാച്ച് അടിച്ചു മാറ്റും ഞാൻ. ടിക് ടോക്ക് ടിക്. വേഗം ഇവിടുന്ന് വേഗം രക്ഷപ്പെടും സൂപ്പർ സ്പീഡോ, അല്ലെങ്കിൽ ഇലക്ട്രിക് ടവർ നമ്മുടെ മേളിൽ വീഴും. നമുക്ക് 2 പേർക്കും ഷോക്ക് ഏൽക്കും. കീക്കോ, എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് എല്ലാ ഫുട്ബോളുകളുടെ പവറിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പവർഫുൾ ഷോക്ക് ഏറ്റത് കൊണ്ട് എന്റെ ടോട്ടൽ സിസ്റ്റം ഡാമേജ് ആയിരിക്കുകയാണ്. ഐ എം സോറി കീക്കോ. ഇനി നീ തനിച്ച് ഫൈറ്റ് ചെയ്തേ പറ്റൂ. നീ തന്നെ തനിച്ച് ചെന്ന് R7 തിരിച്ചെടുത്ത് കൊണ്ടുവരേണ്ടി വരും. കാരണം എന്റെ മുഴുവൻ സിസ്റ്റവും ഹാങ് ആയി പോയിരിക്കുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല. ഇത്രയും ഫുട്ബോളിൽ ആ ഒറിജിനൽ സോക്കർമാൻ ആരാണ്? അവനെന്റെ R7 അടിച്ചു മാറ്റി. കീക്കോ, ഞാൻ എല്ലാ ഫുട്ബോളിന്റെ ഇമേജസും ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 ഫുട്ബോളുകളിൽ 5 ഫുട്ബോളുകൾ, അതിനു മുകളിൽ എക്സിക്കോൺ, അതായത് സൈഡിൽ പാച്ചുകളൊന്നുമില്ല. അതിലൊന്നിൽ മാത്രമേ പെന്റഗോൺ ഉള്ളൂ. വലിയ പാച്ചസ് ഉണ്ടാകും. അങ്ങനെ സെൻസസ് ഉള്ളതാണ് ഒറിജിനൽ സോക്കർമാൻ. താങ്ക് യു വെരി മച്ച് സൂപ്പർ സ്പീഡോ. നീ ആദ്യം നിന്നെ ശ്രദ്ധിക്ക്. ഞാൻ R7 തിരിച്ചു കൊണ്ടുവന്നേക്കാം.
ചെക്കൻ ഇങ്ങനെ നമ്മളെ വിടാതെ ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും? വീണ്ടും ഇവനൊരു കറന്റ് ഷോക്ക് കൊടുത്തേ മതിയാവുന്ന തോന്നുന്നേ. ഫുട്ബോൾ ആയി കഴിഞ്ഞു. ഫേറ്റ് വാച്ച് ഞാൻ അടിച്ചു മാറ്റും. ടേക്ക് ടോക്ക് ടേക്ക്. എന്റെ ഫുട്ബോൾസ് എല്ലാം റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ഒരിക്കലും ഷോക്ക് അടിക്കില്ല. പക്ഷെ നിനക്ക് എന്തായാലും ഷോക്ക് കിട്ടും. കീക്കോ, ഇപ്രാവശ്യം നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇനി പറ്റില്ല. ഞാൻ എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. പുറത്തേക്ക് വിട്. ഒരുപാട് പേരുടെ വാച്ചിനെ അടിച്ചു മാറ്റിയതല്ലേ ഫുട്ബോൾ. ഇനി ഒരിക്കലും നിനക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതെ, എന്ന് വെച്ചോ? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ് എന്ന്. ഇപ്പൊ സാറ് നിന്റെ കൂടെ ചേർന്ന് ജയിലിൽ ഫുട്ബോൾ കളിക്കുന്നതാണ്. സോക്കർമാൻ വീടാദ്യം കണ്ടെത്തി എല്ലാവരുടെ വാച്ചും തിരികെ കൊണ്ടുവന്ന് കൊടുക്കണം. താങ്ക് യു കീക്കോ ഓർ സൂപ്പർ സ്പീഡോ. ഇന്ന് നിങ്ങൾ രണ്ടാളും വീണ്ടും ഒരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഉള്ളതുവരെ സൺസിറ്റിക്ക് ഒരാപത്തും ഉണ്ടാവുകയില്ല. അതെ, ആർക്കും സൺസിറ്റിയെ ടച്ച് ചെയ്യാൻ പറ്റുകയില്ല.